ദ്രൗപദി മുർമുവിൻ്റെ ഏറെ നേരം നീണ്ട പ്രസംഗത്തിന് ശേഷമാണ് പാവം തളർന്നുപോയി സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന രൂപത്തിൽ സോണിയാഗാന്ധി പ്രതികരിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു മനുഷ്യത്വപരമായി അങ്ങനെ സംസാരിച്ചതാണോ അതല്ല രാഷ്ട്രപതിയെ അവഹേളിക്കാനുള്ള ശ്രമമായിട്ടാണോ തോന്നിയത്? സോണിയാഗാന്ധിയുടെ ഈ പ്രതികരണം അതിൽ ഒന്ന് ഈ പറയുന്ന മനുഷ്യത്വപരമായ ഒരു പ്രതികരണം അതിലുണ്ട്, പിന്നെ അതിൽ രാഷ്ട്രീയവും ഉണ്ട്, രണ്ടും ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഇത് ആരെങ്കിലും അവഹേളിക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആദ്യത്തെ പാർട്ട് അതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവിൽ തന്നെയാണ്. കാരണം 1 മണിക്കൂറിലധികം 1 മണിക്കൂർ 28 മിനിറ്റോ അല്ലെങ്കിൽ 30 മിനിറ്റോ രാഷ്ട്രപതി സംസാരിക്കുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, ഇത് ആദ്യമായിട്ടൊരു രാഷ്ട്രപതിക്ക് സംഭവിക്കുന്ന കാര്യമല്ല. ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ വർഷവും ദ്രൗപദി മുർമു രാഷ്ട്രപതി സംസാരിക്കുന്നത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറാണ്. എന്തിനാണ് ഈ ഒരു വൃഥാ വ്യായാമം എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. രാഷ്ട്രപതിയെ കൊണ്ട് ഈ 1 മണിക്കൂർ 30 മിനിറ്റ് 1.5 മണിക്കൂറൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ പ്രസംഗിപ്പിക്കുന്നത്? സത്യം പറഞ്ഞത് പ്രസംഗമല്ല. പ്രസംഗം എന്ന് പറയുന്നത് രാഷ്ട്രപതി നേരിട്ട് നടത്തുന്നൊരു പ്രസംഗമാണെങ്കിൽ ഓക്കെ, അതിനെ പ്രസംഗം നമുക്ക് വിളിക്കാം. ഇത് കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രപതി വായിച്ചു തീർക്കുന്നൊരു ചടങ്ങാണ് ഈ പറയുന്ന എല്ലാ വർഷവും പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സമ്മേളനത്തെ, ജോയിൻറ്റ് പാർലമെൻറ്റ് സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുക. ഇതിവിടെ നമ്മൾ സംസ്ഥാനങ്ങളിലും കാണാറുണ്ട്. സംസ്ഥാന നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനത്തെ, ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തെ ഗവർണർ അഭിസംബോധന ചെയ്യുകയും ആ പ്രസംഗം സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുക്കുകയും ഗവർണർ അത് വായിക്കുകയും എന്നിട്ട് അതിന് നയപ്രഖ്യാപനം എന്ന പേരിട്ട് പറയുകയും ചെയ്യും. ഇത് തന്നെയാണ് അവിടെ നടക്കുക. എന്തിനാണ് ഈ വൃഥാ വ്യായാമം എന്നുള്ള ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഈ സോണിയാഗാന്ധിയുടെ ഈ ഹ്യൂമാനിറ്റേറിയൻ പേഴ്സ്പെക്റ്റീവിലൂടെയുള്ള ഒരു വ്യൂ പോയിൻറ്റിലൂടെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ആവശ്യമില്ലാത്തൊരു പ്രക്രിയ. ഇവിടെ കഴിഞ്ഞ മുൻകാലത്ത് കേരളത്തിൽ മുൻപ് ഗവർണറായിരുന്ന, തൊട്ടുമുമ്പ് ഗവർണറായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗം എന്നുള്ള ചടങ്ങുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങൾ നമുക്കറിയാം. ആ ഘട്ടങ്ങളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ ഉയർന്നു വന്നിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത്, ഒരാവശ്യമില്ലല്ലോ എന്നുള്ളത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും സോണിയാഗാന്ധി ഒരു വിധത്തിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. മറ്റൊരു വിധത്തിൽ അവർ ഉന്നയിക്കുന്നത്, ഈ പ്രസംഗം കഴിഞ്ഞ വർഷത്തെ അത് തന്നെയല്ലേ, അല്ലെങ്കിൽ പുതുതായൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ, പുതുതായ ഒന്നും സർക്കാരിന് പറയാനില്ലാതിരിക്കെ എന്തിനാണ് രാഷ്ട്രപതിയെ കൊണ്ട് ഈ കഷ്ടപ്പാട് 1 മണിക്കൂർ 30 മിനിറ്റ് നിർത്തി പ്രസംഗിപ്പിക്കുന്നത്? നിങ്ങൾക്ക് പുതുതായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം പോരെ എന്നുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി അവരുന്നയിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഇതേതെങ്കിലും വിധത്തിൽ രാഷ്ട്രപതിയെ എന്താ പറയുക, മോശക്കാരെയാക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയെ അപമാനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. സത്യം പറഞ്ഞാൽ ഇത് ചട്ടപ്പടി നോക്കുകയാണെങ്കിൽ ഇത് ഈ രാഷ്ട്രപതിയുടെ അഭിസംബോധനയുമായി ബന്ധപ്പെട്ട് ഈ പാർലമെൻ്ററി ചട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് രാഷ്ട്രപതി വരുന്നതിന് ഇത്ര മിനിറ്റ് മുമ്പ് എല്ലാ അംഗങ്ങളും അവിടെ ഹാജരുണ്ടായിരിക്കണം, രാഷ്ട്രപതി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ഇറങ്ങിപ്പോകാൻ പാടില്ല, ആരും എഴുന്നേറ്റ് നിൽക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരുപാട് ചട്ടങ്ങളുണ്ട്. അതിനെ ലംഘിക്കുന്നത് പാർലമെൻ്ററി മര്യാദകളുടെ ലംഘനമായിട്ട് വളരെ ഗൗരവത്തിൽ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അവിടെയൊന്നുമല്ലല്ലോ, അതിനുശേഷം പ്രസംഗത്തെ കുറിച്ചുള്ളൊരു കമൻറ്റാണ്, പുറത്തിറങ്ങിയിട്ടുള്ളൊരു കമൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു അപമാനമായിട്ട് കാണേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല.